Hello my dear Homo sapiens, welcome back to Joy Ernie and Gina. ഞാൻ നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ വീഡിയോ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട് വരുന്നു അല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് GoPro Hero 10. നമുക്ക് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം GoPro 11 ഉണ്ടായിട്ടും പിന്നെ എന്തിനാണ് നിങ്ങൾ 10 എടുത്തത് അല്ലേ. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് റിസർച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സർ റെവല്യൂഷണറി പ്രോസസ്സർ എന്ന് പറയുന്നത് GP2, പിന്നെ ഇതിൻ്റെ സെൻസർ സെയിം ആണ്. പിന്നെ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഹൈപ്പർ സ്മൂത്ത് 4.0യും നമ്മുടെ 11 5.0യാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ വന്നിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ഒരു 50,000-നുള്ളിൽ നമുക്ക് GoProയും അതിന് കൂടുതലുള്ള ആക്സസറീസ് എല്ലാം വാങ്ങണം. അപ്പോൾ ഞങ്ങളിങ്ങനെ സെർച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് 40,000-ന് അകത്ത് നമുക്ക് ഓഫറോട് കൂടി കിട്ടുന്ന GoPro10 കണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത് ചൂസ് ചെയ്തത്. പക്ഷെ 11 ആയപ്പോഴത്തേക്ക് 52,000 ആയി. അതുകൊണ്ടാണ് നമ്മൾ 50,000-നുള്ളിൽ ഒപ്പിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ GoPro10 ചൂസ് ചെയ്തത്. മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 MB പിന്നല്ല. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ ഞാൻ പറഞ്ഞ പോലെ GP2 പ്രോസസ്സറാണ്. പിന്നെ ഇതിൻ്റെ സ്ലോ മോഷൻ 8x ആണ്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ബോക്സ് തുറക്കാം. ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബോക്സ്. ആക്ച്വലി നല്ലൊരു കേസാണ് ഇതിൻ്റെ ഉള്ളത്. ആദ്യമേ തന്നെ GoProയുടെ കുറേ സ്റ്റിക്കേഴ്സ്, ഇതെങ്ങനെ മൗണ്ട് ചെയ്യുന്നുള്ള കുറേ പടങ്ങൾ കേട്ടോ ഇതിൻ്റെ ആദ്യമേ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാനുവൽ. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. ഇതിൻ്റെ ബാറ്ററി ഇത് ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ ഉള്ള നമ്മുടെ നമ്മൾ 2 സെപ്പറേറ്റ് ബാറ്ററീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ മൗണ്ട് ചെയ്യാനുള്ള സാധനങ്ങൾ. ഓക്കെ, ഇതേ നമ്മുടെ മെയിൻ ഐറ്റം Hero 10. ഇതെന്താ കമ്പാറ്റബിൾ ആയിട്ടുള്ള ചെറിയ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആക്ച്വലി ഇതിൻ്റെ മെയിൻ ബട്ടൺ, ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ തന്നെ ഈ സൈഡാണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലിറ്റി 4.0. നമ്മൾ ഏത് രീതിയിലും ഒരു ടിൽറ്റ് ചെയ്ത് ചെയ്താലും ഒരു ഹൊറിസോണ്ടൽ ലെവലിംഗ് ഇത് ചെയ്യുന്നുണ്ട്. അതൊരു മെയിൻ ഫീച്ചർ തന്നെ കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നമുക്കിന്ന് ഓണാക്കി നോക്കിയാലോ. സൈഡിലാ കണ്ടോ, ഐശ്വര്യമുള്ള കൈ ഉണ്ടോ? കൈയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിനായിട്ടൊരു സംഭവം കൂടെ ഉണ്ട്. എന്താണെന്നറിയില്ലേ, നമ്മുടെ ഈ ഒരു GoProയും പിന്നെ നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ ഒരു ആപ്പ് ഉണ്ട്, GoPro ക്വിക്ക് ആപ്പ്. ഇതാണ് നമ്മുടെ ക്വിക്ക് GoPro ആപ്പ്. ഇതിൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫുൾ എഡിറ്റിംഗ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രയലായിട്ട് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ GoPro. ഇത് വെച്ചിട്ടാണ് ഇത് ആക്ച്വലി നമ്മുടെ GoPro ഇൻബിൽട്ടായിട്ട് വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഫോണിലെ ആപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ബോക്സ് ഉണ്ടല്ലോ, നമ്മുടെ സൈഡിൽ തന്നെ കുറേ ഫീച്ചേഴ്സ് വെച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ സ്ലോ മോഷൻ 8x ആണ്, ഓവർലേസ്, പിന്നെ ടൈം റാപ്പ് 3.0, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതൊരു സൈഡിൽ. പിന്നെ നമ്മുടെ ബോക്സിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ ഈ ബോക്സിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് ഈ ഒരു ഇമേജസിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു സംഭവം ഉണ്ടല്ലോ, വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് 33 ഫീറ്റ് വരെ നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് നമ്മുടെ GoPro10. അപ്പം നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ അല്ലേ. നമുക്ക് നമ്മുടെ അക്വേറിയം ഉണ്ട്, നമുക്ക് അക്വേറിയത്തിൽ ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെയാണ് നമ്മുടെ വാട്ടർ റെസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എടുത്തപ്പോഴത്തേക്ക് എൻ്റെ കൈ നിറച്ചാൽ വെള്ളം മൊത്തം. അപ്പം നമ്മളിത് സുരക്ഷിതമായിട്ട് വെക്കട്ടെ. ഇത് ആക്ച്വലി ഞാൻ കണ്ടിടത്തോളം നമ്മൾ സാധാരണ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ മൊത്തം പൊതിഞ്ഞ് അകത്തോട്ടൊക്കെ കയറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ, കാഴ്ചയിൽ തന്നെ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഈ വെള്ളമൊക്കെ സ്പില്ലായി പോകുന്ന രീതിയിലാണ് കണ്ടത്. ഇപ്പോഴും മെയിലിങ്ങനെ ചെറിയ ബബിൾസ് അല്ലാതെ വേറെ ഒന്നുമില്ല.
അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ GoPro10 പ്യുവർലി വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫോട് കൂടിയാണ് നമ്മുടെ GoPro10. നമുക്ക് ധൈര്യമായിട്ട് ഈ 1 to 2 feet എന്നുള്ളതല്ല, ഇവർ പറഞ്ഞേക്കുന്ന 33 feet വരെ നമുക്ക് ഇറക്കാൻ പറ്റും എന്ന് 100% സക്സസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആയി. അപ്പം നമുക്കിനി വീഡിയോ മൈൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസിന് കമൻറ്റ്സ് എന്തായാലും വേണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണാത്തിട്ടുണ്ടെങ്കിൽ കാണണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എത്തുന്നിടം വരെ ബൈ.